നമസ്കാരം. ശത്രുക്കളെ വിറപ്പിച്ച് ഇന്ത്യയുടെ യുദ്ധമുറ. ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. അത് ചിലപ്പോൾ അത് ആ കരുത്ത് തിരിച്ചറിഞ്ഞവർക്ക് മാത്രം അറിയാൻ കഴിയുന്നത് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾക്ക്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് എന്ന് പറയപ്പെടുന്നത് ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഏകദേശം 114ഓളം വരുന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ശത്രുക്കളെ വിറപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ യുദ്ധമുറകളിൽ ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ അനുമതി കൊടുത്തിരിക്കുന്നതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഏകദേശം 3.25 ലക്ഷം കോടിയോളം വരുന്ന ഒരു കരാറാണിത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടുകളിൽ ഒന്നായിട്ട് ഇത് മാറുകയും ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഇതിന്റെ അംഗീകാരം ഇപ്പോൾ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതിയിൽ അംഗീകാരം കൂടി ലഭിക്കുന്നുണ്ട്. കരാറിൽ ഔദ്യോഗികമായിട്ട് ഒപ്പുവയ്ക്കാൻ പോകുകയാണ്. സ്കാൽപ്പ് മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുള്ള 18 റഫാൽ വിമാനങ്ങളാണ് ഇപ്പോൾ നേരിട്ട് നമ്മൾ വാങ്ങുക. ശേഷിക്കുന്ന വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു ആലോചനയിലേക്ക് എത്തുന്നു. ഇതിൽ രാജ്യത്ത് തന്നെ സ്വകാര്യ കമ്പനികൾ അടക്കം ഇതിനകത്ത് പങ്കാളികളാകാൻ പോകുന്നു. റഫാൽ വിമാനങ്ങൾക്ക് പുറമെ നാവികസേനയ്ക്കായിട്ട് ബോയിങ്ങിന്റെ P-8I എന്ന ദീർഘദൂര നിരീക്ഷണ വിമാനങ്ങൾ 6 കൂടി വാങ്ങാനും പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 28 സ്ക്വാഡ്രണുകളുള്ള ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അംഗീകൃതമായിട്ടുള്ള 42 സ്ക്വാഡ്രണുകൾ എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ 14 സ്ക്വാഡ്രണുകളുടെ കുറവുണ്ട്. അപ്പോൾ ഒരു സ്ക്വാഡ്രന്റെ ഏകദേശം 18 യുദ്ധവിമാനങ്ങളാണ് അതിനകത്തുള്ളത്. രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് ആകെ 756 യുദ്ധവിമാനങ്ങളായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഈ കുറവ് നികത്തുന്നതിനായിട്ടാണ് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ 36 റഫാൽ വിമാനങ്ങളാണുള്ളത്. നാവികസേനയ്ക്കായിട്ട് 26 റഫാൽ വിമാനങ്ങൾക്ക് നേരത്തെ തന്നെ ഓർഡർ നൽകിയിട്ടുമുണ്ട്. റഫാൽ വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സുപ്രധാന ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. സുഖോയ് 30 പോലുള്ള തേജസ്, ജാഗ്വാർ, മിറാഷ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് നിലവിൽ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രധാന പോർ വിമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അന്തർ സർക്കാർ കരാർ പ്രകാരം വാങ്ങുന്ന ഈ വിമാനങ്ങൾ അതിൽ 90 എണ്ണവും ഇന്ത്യയിൽ വെച്ചായിരിക്കും നിർമ്മിക്കുക എന്ന് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുന്നുണ്ട്. കാരണം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് തൊട്ടു മുമ്പുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന 114 വിമാനങ്ങളിൽ 90 എണ്ണവും ഇന്ത്യയിൽ നിർമ്മിക്കുകയും ഇതിൽ 50% തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. നേരത്തെ തന്നെ ഇത് 30% നിശ്ചയിച്ചിരുന്നത് എങ്കിലും പിന്നീട് വർദ്ധിപ്പിക്കുകയായിരുന്നു. റഫാൽ വിമാനങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും മറ്റു സംവിധാനങ്ങളും സംയോജിപ്പിക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഇന്ത്യക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. സമുദ്ര നിരീക്ഷണത്തിനും അന്തർവാഹിനികളെ തുരത്തുന്നതിന് ഉപയോഗിക്കുന്ന 6 ബോയിങ് P-8I വിമാനങ്ങൾ കൂടി അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ പോകുന്നു. ഇത് നേരിട്ടുള്ള ഇറക്കുമതിയായിരിക്കും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുകളിലെ പുരോഗതിക്കും ഈ തീരുമാനം സഹായിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാണിജ്യ ചർച്ചകളൊക്കെ പൂർത്തിയാക്കി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അംഗീകാരം നൽകുന്നതോടെ കരാറിൽ അന്തിമ ഒപ്പുവയ്ക്കാൻ പോവുകയാണ്. നിലവിൽ വ്യോമസേനയുടെ പക്കൽ 36 റഫാലുകൾ ഉണ്ട് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. കൂടാതെ നാവികസേനയുടെ കയ്യിൽ 26 റഫാലുകളുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് പുതുതായിട്ടുള്ള വിമാനങ്ങൾ കൂടി എത്തപ്പെടുന്നത്. സത്യത്തിൽ ആകാശം ഇനി ഇന്ത്യയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആകാശ യുദ്ധങ്ങൾ നടത്തുന്ന വ്യോമ യുദ്ധങ്ങൾ നടത്തി ഇന്ത്യയെ പേടിപ്പിക്കുകയോ വിറപ്പിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റേതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ അവർ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ റഫാൽ യുദ്ധവിമാനങ്ങൾ പുതുതായി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അങ്ങനെ ശത്രുക്കളെ വിറപ്പിച്ച് മുന്നേറുന്ന ഇന്ത്യയുടെ യുദ്ധമുറ നൽകുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്ന് പറയട്ടെ. കാരണം ചൈനയും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ നിൽക്കുന്നവരാണ്. പക്ഷെ അവരെ തളയ്ക്കാൻ, അവരെ വിറപ്പിക്കുവാൻ കഴിയുന്ന മുന്നേറ്റം നടത്തുവാൻ ആകാശമടക്കം ഇന്ത്യയുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് റഫാൽ വിമാനങ്ങൾ ഒത്തിരി വാങ്ങിക്കൂട്ടുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ റഫാലിന്റെ ശക്തിയോടുകൂടി വ്യോമശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇതിനകത്ത് ഉണ്ടാകുന്നു.